ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ കൃഷ്ണ ഹരേ 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 കൃഷ്ണ ഹരേ 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 രാമ ഹരേ കൃഷ്ണ രാമ ഹരേ ഹരേ രാമ കൃഷ്ണ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാമ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ രാമ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ രാമ കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ 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 हरे कृष्ण माता जी, हरे कृष्ण प्रेमा माता जी, प्रणाम माता जी। ഹരേ കൃഷ്ണ പ്രണാം. हरे कृष्ण ഹരേ ഹരേ കൃഷ്ണ മാതാജി ഹരേ കൃഷ്ണ हरे कृष्ण माता जी। ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമിനെ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാദാമദയാ നഗരഗ്രാമധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗുരു മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും സ്വാഗതം. ഇന്ന് ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരു ദിവസം അല്ലേ? എല്ലാവർക്കും അറിയാം ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ്. എല്ലാവരും വ്രതമൊക്കെ എടുത്തിട്ടില്ലേ? വിശപ്പുണ്ടാവൂലേ? അപ്പോ നമുക്ക് ഈ വിഭൂതി, വ്രതമാണ്. അതെ, വിഭൂതി യോഗം ആ ഈ അധ്യായം കേൾക്കുമ്പോൾ നമ്മുടെ വിശപ്പും ദാഹമൊക്കെ മാറും. ഹരേ കൃഷ്ണ. പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിച്ച ദിവസം കൂടെയാണ് ഇന്ന് അല്ലേ? അങ്ങനെയുള്ള ഒരു ദിവസത്തിൽ നമുക്ക് ഭഗവത്ഗീത കേൾക്കാനോ പറയാനോ ഒക്കെ കഴിയണത് എത്ര പുണ്യമല്ലേ? നമ്മളൊക്കെ പുണ്യാത്മാക്കളാണ് ഉറപ്പായിട്ടും. അതുകൊണ്ടാണ്. ഹരേ കൃഷ്ണ. നമ്മള് 9-ാം അധ്യായം നോക്കി. അതില് ഭഗവാനെ കുറിച്ച് അത്യന്തം രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? യോഗശക്തി, വിഭൂതികള്, ഇതൊക്കെ. ആരാണ് മൂഢൻ, ആരാണ് മഹാത്മാവ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ജ്ഞാനികള് എങ്ങനെയാണ് ഭഗവാനെ ആരാധിക്കുന്നത്, അതുപോലെ മറ്റ് അന്യദേവതകളെയൊക്കെ യജിക്കുന്നവരുടെ ഗതി എന്താണ്, അപ്പൊ ശരിയായ രീതിയിൽ ഭഗവാനെ എങ്ങനെ നമ്മൾ ആരാധിക്കണം. വളരെ സിമ്പിളാണ് അല്ലേ ഭഗവാനെ ആരാധിക്കാൻ. മന്മനാ ഭവമദ്ഭക്തോ മദ്യാജീമാം നമസ്കുരു മാമേ വൈശ്യസി യുക്തവൈവം ആത്മാനം മത്പരായണ. ഇത്രേ നമ്മൾ ചെയ്യണ്ടു. ഭഗവാനെ എപ്പോഴും മനസ്സിൽ സ്മരിക്കുക, ഭക്തനാവുക, ഭഗവാൻ കൃഷ്ണന്റെ ഭക്തനാവുക. മന്മനാ ഭവമദ്ഭക്തോ മദ്യാജി, എന്നെ യജിക്കുക, എന്നെ ആരാധിക്കുക, എന്നെ നമസ്കരിക്കുക. എപ്പോഴും എന്നിൽ തന്നെ മനസ്സൂന്നണവൻ ആള് എന്നിലേക്ക് എത്തും എന്ന് ഭഗവാൻ ഉറപ്പ് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കണേ?
അല്ലേ? അപ്പോൾ ഭഗവത്ഗീതയുടെ ആ പകുതി പോർഷൻ നമ്മളിപ്പോ പിന്നിട്ട് കഴിഞ്ഞു. 9 അധ്യായം നമ്മൾ കഴിഞ്ഞു അല്ലേ? അപ്പൊ നമ്മള് ശ്രീകൃഷ്ണന്റെ കട്ട ഫാൻസായി മാറിക്കഴിഞ്ഞു അല്ലേ? ഇനി പകുതി കൂടി പഠിക്കുമ്പോഴോ അല്ലേ? ഇപ്പൊ ഭക്തിയില് ഉറച്ചു നിൽക്കുന്നത് എങ്ങനെയാണ് എന്ന് ഈ അധ്യായം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാ സമയവും ഭഗവാനെ ചിന്തിക്കാൻ നമുക്ക് എങ്ങനെയാ സാധിക്കുക? സാധാരണ ഭൗതിക വസ്തുക്കളെ കുറിച്ചും നമ്മുടെ ചുറ്റുമുള്ള ബന്ധുമിത്രാദികളെ കുറിച്ചൊക്കെയാണ് നമുക്ക് ചിന്ത. അപ്പൊ ഭഗവാന്റെ അതീന്ദ്രിയതയെ കുറിച്ച് ചിന്തിക്കാനുള്ള പരിശീലനമൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ അധ്യായത്തില് ഭൗതിക ഭഗവാന്റെ ശക്തി അല്ലെങ്കിൽ ഭഗവാന്റെ പ്രാതിനിധ്യം അത് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഭൗതിക ചിന്തകളെ നമുക്ക് ഭഗവത് ചിന്തകളാക്കി മാറ്റണം. ഭഗവാന്റെ പ്രധാന വിഭൂതികളെ ഒക്കെ ഇവിടെ പറഞ്ഞു തരും. അറിയും തോറും നമുക്കുണ്ടല്ലോ ആനന്ദം കൂടി കൂടി വരും, ആശ്ചര്യം തോന്നും. അപ്പൊ കൃഷ്ണഭക്തനാണ് എന്നതിൽ നമുക്ക് അഭിമാനവും തോന്നും. അപ്പൊ നമ്മുടെ ഉള്ളിലും ആ സത്യം തന്നെയാണ് അല്ലേ? അപ്പൊ പ്രകൃതി നിയമം ഒക്കെ അനുസരിച്ച് നമ്മള് സത്യം ധർമ്മം ഒക്കെ അനുഷ്ഠിച്ച് ജീവിക്കുക. ഭഗവാനല്ലാതെ ഒന്നുമില്ല നമുക്ക് ചുറ്റും. ശ്രേഷ്ഠ ചിന്തകൾ ഉണ്ടാവട്ടെ, ആധ്യാത്മിക പുരോഗതി ഉണ്ടാവട്ടെ എല്ലാവർക്കും. അപ്പൊ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെയും ആരാധന ചെയ്തുകൊണ്ട് ഭഗവാനിലേക്ക് ചേരാം നമുക്കെല്ലാവർക്കും അനന്യ ഭക്തിയോടെ. ഏകാദശി വ്രതം. ഒന്നാമത്തെ ശ്ലോകം. ശ്രീ ഭഗവാനുവാച ഭൂയ ഏവ മഹാബാഹോ ശൃണു മേ പരമം യത്തേഹം പ്രീയമാണായ വക്ഷ്യാമി ഹിതകാമ്യയാ. പരമദിവ്യോത്തമ പുരുഷൻ അരുളി ചെയ്തു, കൈക്കരുത്തുള്ള അർജുന, നീ എന്റെ സുഹൃത്തായതുകൊണ്ട് നിന്റെ നന്മയ്ക്കായി ഇനിയും ഞാൻ ജ്ഞാനം ഉപദേശിക്കാം. ഇത് ഞാൻ നേരത്തെ ഉപദേശിച്ചതിലും ഉത്തമമായ ജ്ഞാനമാണ്. ഗുഹ്യമായ ജ്ഞാനം പറഞ്ഞു, ഇനിയിപ്പോ അതിലും ഉത്തമമായിട്ടുള്ളത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന്. നീ എന്റെ സുഹൃത്താണ് അല്ലേ, ഭക്തനാണ്, അതുകൊണ്ട് ഇനിയും നിന്റെ നന്മയ്ക്കായിട്ട് ഞാൻ ഇനിയും നിനക്ക് ഉപദേശങ്ങൾ നൽകുന്നുണ്ട് എന്ന് ഭഗവാൻ പറയാണ്. അപ്പൊ ഭക്തനെ ഭഗവാന് ഏറെ ഇഷ്ടമാണ് അല്ലേ? അതുകൊണ്ടാണ് അർജുനനോട് പറയുന്നത്, എന്നെ കുറിച്ചുള്ള രഹസ്യം നിനക്ക് ഞാൻ ഇനിയും ഉത്തമമായ രഹസ്യങ്ങളൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അപ്പൊ വൃന്ദാവനത്തില് മണ്ണ് തിന്നുന്ന ആ കൃഷ്ണനോട് വായ് തുറക്കാൻ പറഞ്ഞു അല്ലെ? തുറന്നപ്പോഴോ പൂർണ്ണമായിട്ടുള്ള പ്രപഞ്ചം മുഴുവനും കാണാൻ സാധിച്ചു അല്ലെ? അന്നേ അറിയാം ഈ കൊച്ചു കണ്ണന്റെ അത്ഭുതങ്ങള് അല്ലേ? അപ്പോ നമ്മളിപ്പോ എങ്ങനെയാ ഭഗവാനെ കുറിച്ചിട്ട് അറിയാ? ഭഗവാന്റെ ആ ശ്രേഷ്ഠത അല്ലെ? ഭഗവാൻ ശ്രേഷ്ഠന്മാരിൽ വെച്ച് ശ്രേഷ്ഠനാണ് ഭഗവാൻ. ഇപ്പൊ ഒരു കൊച്ചുകുട്ടി എങ്ങനെയാണ് തൻ്റെ പിതാവിനെ കുറിച്ചിട്ട് റിസർച്ച് നടത്താനൊന്നും പറ്റില്ല ആ കുട്ടിക്ക് അല്ലെ? അതുപോലെ നമ്മള് ഭഗവാനെ കുറിച്ച് അറിയാൻ അത് ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തന്നെങ്കിലേ പറ്റുള്ളൂ. അപ്പോ ശ്രീകൃഷ്ണൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ ആ മഹത്വം അറിയാതെ പലരും പോയിട്ടുണ്ട് അല്ലെ? ഇവിടെ പിക്ചർ കാണിച്ചിരിക്കണ നോക്കൂ, ഏതാണ് സന്ദർഭം എന്ന് മനസ്സിലാവുണ്ടോ? അതായത് ഇത് ഭഗവാനാണ് ഇവിടെ വിശ്രമിക്കുന്നത്. ആ സമയത്ത് ഇവിടെ ദുര്യോധനനും അർജുനനും വന്നിട്ടുണ്ട്. അതന്നെ, അതാണ് ഇവിടുത്തെ പിക്ചർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ദുര്യോധനൻ മുമ്പേ വന്ന് കസേരയില് സീറ്റ് പിടിച്ചു അല്ലേ, തലയ്ക്കൽ തന്നെ. അപ്പൊ അർജുനൻ വന്ന് കാൽക്കല് അവിടെ നിലത്തിരുന്നു. ഭഗവാൻ ഇതൊക്കെ അറിയാം, ഉറങ്ങുന്ന നാട്ടിയല്ലേ ഉള്ളൂ. അപ്പോ ഭഗവാൻ നേരെ എഴുന്നേറ്റിട്ട് അർജുനനെ നോക്കി, ഓ അർജുന നീ വന്നോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ദുര്യോധനൻ പറയാണല്ലേ, ഞാനാണ് നേരത്തെ വന്നത്. അങ്ങനെ ആ സന്ദർഭമാണ് ഇവിടെ. രണ്ടാമത്തെ ശ്ലോകം. നമേ വിദുസുരഗണ പ്രഭവം ന മഹർഷയ അഹമാതിർഹി ദേവാനാം മഹർഷീണാം ച സർവശ. എന്റെ ഉത്പത്തി, വിഭൂതി എന്നിവയെപ്പറ്റി ദേവന്മാർക്കോ ഋഷികൾക്കോ അറിഞ്ഞുകൂടാ. ഏതു വിധത്തിലും അവരുടെ എല്ലാം ഉദ്ഭവസ്ഥാനം ഞാനാണ്. അപ്പോ ഇവിടുത്തെ പിക്ചർ നോക്കൂ, ഭഗവാൻ ഭൂമിയിൽ അവതരിക്കാറായി. അതറിഞ്ഞ് എല്ലാ ദേവകളും ആകാശമാർഗെ വന്നിട്ട് ഭഗവാനെ കാണാൻ ഉത്സുകരായി നിൽക്കുന്നതാണ്. എന്റെ ആവിർഭാവത്തെ പറ്റി ദേവന്മാരോ മഹർഷിമാരോ
ഒന്നും അറിയുന്നില്ല. മാംസചക്ഷുസ് കൊണ്ട് ഈ ദിവ്യത്വം കാണാനുമാവില്ല ആർക്കും. ദേവന്മാരുടെയും മഹർഷീശ്വരന്മാരുടെയും തലത്തിലെത്തിയവർക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഭഗവാൻ എന്ന് പറഞ്ഞാല് എല്ലാത്തിൻ്റെയും ആദി കാരണാണ്. നമ്മുടെ പിതാമഹന്മാർക്കും പിതാവിനും ഒക്കെ നമ്മളെ നന്നായിട്ട് അറിയാം. പക്ഷെ നമുക്കോ അവരെ അത്രയ്ക്ക് അറിയില്ല, അല്ലേ? അതുപോലെയാണ് നമുക്കിപ്പോ ഭഗവാന്റെ ഉൽപ്പത്തി, വിഭൂതി, ഇതെല്ലാം നമ്മളെ സംബന്ധിച്ച് രഹസ്യമായ കാര്യങ്ങളാണ്, നമുക്ക് അറിഞ്ഞുകൂടാ. 7ാമത്തെ ശ്ലോകം. ഏതാം വിഭൂതിം യോഗം ച മമ യോ വേത്തി തത്വദാ സോ വികൽപേന യോഗേന യുജ്യതേനാത്ര സംശയ. എന്റെ വിഭൂതികളും യോഗശക്തിയും എന്തെന്ന് ശരിയായി ബോധ്യപ്പെട്ടവർ കലർപ്പില്ലാത്ത ഭക്തിയുത സേവനത്തിൽ മുഴുകുന്നു. ഇതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ ഭഗവാന്റെ ആ ശ്രേഷ്ഠത മനസ്സിലാക്കി കഴിഞ്ഞാല് ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കാം നമുക്ക്, അല്ലെ? ഈ വിഭൂതികൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാനോട് ബന്ധം സ്ഥാപിക്കണം, ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടണം. അപ്പോഴും നമുക്ക് എല്ലാ സംശയങ്ങളും നീങ്ങിയിട്ട് ഭക്തിയിൽ ഉറച്ച് നിൽക്കാൻ നമുക്ക് സാധ്യമാവും. 8ാമത്തെ ശ്ലോകം മുതൽ 8, 9, 10, 11 ശ്ലോകങ്ങള് ചതുശ്ലോകി ഗീത എന്നാണ് പറയാ. ഏറ്റവും പ്രധാനപ്പെട്ട 4 ശ്ലോകങ്ങളാണ്. ഇതിൽ ഭഗവാന് പറയാനുള്ളതൊക്കെ ഈ 4 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറഞ്ഞു തരും. അപ്പൊ 8ാമത്തെ ശ്ലോകം. അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഭജന്തേ മാം ബുധാ ഭാവസമന്വിത. ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്. എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായത്. ഇത് പൂർണ്ണമായി അറിയുന്ന ബുദ്ധിമാന്മാർ എന്റെ സേവനത്തിൽ ഏർപ്പെടുകയും എന്നെ ഉള്ളഴിഞ്ഞ് ആരാധിക്കുകയും ചെയ്യും. ഭഗവാൻ എന്തൊക്കെ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ അതൊക്കെ നമുക്ക് ഇവിടെ പറഞ്ഞു തരികയാണ്. എല്ലാറ്റിൻ്റെയും ഉറവിടം ഭഗവാനാണ്. ബുദ്ധിമാന്മാര് ഇതറിയ സ്നേഹത്തോടെ സേവനം ചെയ്യാണ് ഭഗവാന്. ഭഗവാനെ എപ്പോഴും ഓർക്കും ചെയ്യും അവര്. അപ്പൊ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക. അപ്പോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഭക്തർക്ക് എന്താണ്? സദാ സന്തോഷവും ആനന്ദവുമായിരിക്കും. പ്രേമപൂർവം ഭഗവാനെ ഭജിക്കുന്നവർക്ക് വേണ്ട ബുദ്ധിയൊക്കെ ഭഗവാൻ തന്നെയാണ് നൽകുന്നത്. അങ്ങനെ അവര് ഭഗവാനിലേക്ക് തിരിച്ചെത്തുന്നു. പിന്നെ മതി ഇവിടെ ഭൗതികതയിൽ കിടന്ന് ചുറ്റിക്കറങ്ങിയത് മതിയാക്കാം. ഭഗവാനിലാണ് അങ്ങനെയുള്ള ഭക്തരുടെ ബോധം. അതാണ് കൃഷ്ണാവബോധം. ഭഗവാനെ നിരന്തരം പ്രേമപൂർവം ഭജിക്കുന്നവർക്ക് ഭഗവാൻ തന്നെയാണ് എല്ലാ ജ്ഞാനവും വെളിപ്പെടുത്തി കൊടുക്കുന്നത്. സദാ നാമജപം നടത്തുന്നവരോട് ഭഗവാന് അനുകമ്പയാണ് ഉണ്ടാവുക. ജ്ഞാനദീപത്താലെ അവരുടെ അജ്ഞാന അന്ധകാരമൊക്കെ നീക്കിക്കൊടുക്കും. അതുകൊണ്ടാണ് പറയണേ, ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ ജപിക്കണം, അല്ലേ? ഒരു ഭക്തൻ ഭഗവാനെ അറിഞ്ഞാല് പിന്നെ ഭഗവാനെ കുറിച്ച് മാത്രമേ സംഭാഷണം ചെയ്യാനുള്ളൂ. മനസ്സിൽ ഭഗവാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഒരു സമർപ്പിത ജീവിതമായിരിക്കും പിന്നീട് ആ ഭക്തന്. ഭഗവാനെ സേവിക്കുന്നവർക്കോ ഭഗവാന്റെ കാരുണ്യം ഏതവസരത്തിലും ലഭ്യമാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? പ്രയത്നം തുടരുക, അല്ലെ? ഗുരുവിന്റെയും ഭഗവാന്റെയും കാരുണ്യത്താല് നമുക്കും ഭക്തി മാർഗത്തില് പുരോഗമിക്കും. ഇപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട്, അല്ലെ? ഭക്തി മാർഗത്തിലേക്ക് ഒന്ന് കാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് പോണം. കലിയുഗത്തില് ഭഗവത് സേവനം ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചാൽ പോലും പുണ്യമുണ്ടെന്നാ പറയാ. അപ്പൊ പിന്നെ നമ്മൾ പ്രവർത്തിച്ചാലോ, നാമം ജപിച്ചാലോ കോടി പുണ്യം ഉണ്ടാവും, അല്ലേ? നാരായണാത് ബ്രഹ്മാ ജായതേ, നാരായണാത് പ്രജാപതി പ്രജായതേ, നാരായണാദിന്ദ്രോ ജായതേ, നാരായണാത്തോഷ്ടൗ വസവോ ജായന്തേ, നാരായണാദ്വേകാദശ രുദ്രാ ജായന്തേ, നാരായണാദ്വാദശാദിത്യാഃ. നാരായണനിൽ നിന്ന് ബ്രഹ്മാവ് ജനിച്ചു. നാരായണനിൽ നിന്ന് പ്രജാപതികളും ജനിച്ചു. നാരായണനിൽ നിന്ന് ഇന്ദ്രൻ ജനിച്ചു. നാരായണനിൽ നിന്ന് 8 വസുക്കൾ ജനിച്ചു. നാരായണനിൽ നിന്ന് 11 രുദ്രന്മാർ ജനിച്ചു. നാരായണനിൽ നിന്ന് 12 ആദിത്യന്മാരും ജനിച്ചു. ഈ നാരായണൻ കൃഷ്ണന്റെ ഒരു രൂപ വിസ്തരണമാണ്. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ അവതാരിയാണ്. ആ ഭഗവാനിൽ നിന്നാണ് എല്ലാം
ജനിച്ചിട്ടുള്ളത് എന്നിവിടെ പറഞ്ഞു തരാണ്. 9ാമത്തെ ശ്ലോകം. മച്ചിത്താമദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച. എന്റെ ശുദ്ധഭക്തന്മാരുടെ ചിന്ത എന്നിൽ കുടികൊള്ളുന്നു. അവരുടെ ജീവിതം തികച്ചും എന്റെ സേവനത്തിനായി സമർപ്പിതമായിരിക്കും. എന്നെക്കുറിച്ചുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട് പരസ്പരം ബോധദീപ്തരാവുക വഴി അവർ സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കുന്നു. അപ്പൊ ഭഗവാൻ വീണ്ടും പറയാണ്, ഭക്തനായി കഴിഞ്ഞാല് അല്ലേ എപ്പോഴും ചിന്തകള് മനസ്സ് എല്ലാം ഭഗവാനിലാണ് വ്യാപരിക്കുന്നത്. ഭഗവാന്റെ സേവനത്തിന് മാത്രമായി നീക്കി വെച്ചിരിക്കുകയാണ് അവരുടെ സമർപ്പിതമായിട്ടുള്ള ജീവിതം. ഭഗവാനെ കുറിച്ച് പറയുന്നതിലാണ് അവർക്ക് ആനന്ദം ഉണ്ടാവുന്നത്. അങ്ങനെ അവര് പരസ്പരം ബോധദീപ്തരാവും. എനിക്ക് ഭഗവാനെ കുറിച്ച് എന്താണോ അറിയണേ മറ്റു ഭക്തർക്ക് പറഞ്ഞു കൊടുക്കുക, മറ്റു ഭക്തന്മാർക്ക് അറിവുള്ളത് തിരിച്ചും. അതുപോലെ അങ്ങനെ പരസ്പരം ബോധദീപ്തരാവുക. അങ്ങനെ അവര് സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കണു. ഇവിടെ കണ്ടു, ഇസ്കോൺ ഡിവോട്ടീസ് എത്ര സന്തോഷവാന്മാരായിട്ടിരിക്കണു. ആധ്യാത്മിക ഭക്തിയുത സേവനത്തെ ജീവാത്മാവിന്റെ ഹൃദയത്തിൽ ചെയ്യുന്ന ഒരു ബീജാവാപത്തോടാണ് ചൈതന്യ മഹാപ്രഭു ഉപമിക്കുന്നത്. ഈ വിശ്വത്തിലെ ഗ്രഹയൂഥങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവസത്തകൾക്ക് എണ്ണമില്ല. അവരിൽ നന്നേ കുറച്ചു പേർക്ക് ഒരു ശുദ്ധ ഭക്തനെ കണ്ടുമുട്ടാനും അങ്ങനെ ഭക്തിയുത സേവനത്തെ കുറിച്ച് അറിയാനും ഭാഗ്യമുണ്ടാവാറുള്ളൂ. അപ്പോ ചൈതന്യ മഹാപ്രഭു എന്താ പറഞ്ഞത്? ഈ ഭക്തിയുത സേവനം എന്നുള്ളത് ഓരോ ജീവാത്മാവിന്റെയും ഹൃദയത്തിൽ ഒരു വിത്തിടുന്നതിന് തുല്യമാണ് എന്ന്. പിന്നീട് ആ ഭക്തി ലതയുടെ വിത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് പിന്നെ നമ്മൾ എന്താ ചെയ്യണ്ടേ? അതിനെ നനച്ച് വളർത്തണം അല്ലേ? അതാണ് സാധനകള്, ഭക്തിയുത സേവനം. അതൊക്കെ ചെയ്ത് ആ ഭക്തി ലത ഇങ്ങനെ വളർന്ന് പടർന്ന് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പോകും. ഇന്നലെ നമ്മൾ കണ്ടു അല്ലേ, ഗോലോക ചാർട്ട് കണ്ടു. അപ്പൊ എത്രയോ വിദൂരസ്ഥനാണ് ഭഗവാൻ എന്ന് മനസ്സിലായി. പക്ഷെ അവിടെ വരെ നമ്മൾക്ക് ഈ ഭക്തി ലതയെ വളർത്തി കൊണ്ടുപോകണം അല്ലേ? അങ്ങനെ വളർന്ന് ആ ഭക്തി ലത ഈ മന്ത്രജപത്തിലൂടെയും ഭക്തി സേവനത്തിലൂടെയും ഒക്കെ ഇതിന് പോഷണം ലഭിക്കുകയാണ് ഈ ഭക്തി ലതയ്ക്ക്. അതങ്ങനെ വളർന്ന് ഭഗവാന്റെ പാദം വരെ എത്തും. അങ്ങനെ ഭാഗ്യം ചെയ്തവർക്ക് മാത്രാണ് ശുദ്ധ ഭക്തനെ കണ്ടുമുട്ടാന് ഒരു പ്രാമാണികനായിട്ടുള്ള ഒരു ആചാര്യനെ ലഭിക്കാനും ഒക്കെ ഭാഗ്യം ഉണ്ടാവാറുള്ളൂ. ഒരു വിത്ത് പോലെയാണ് ഈ ഭക്തിയുത സേവനം. ജീവസത്തയുടെ ഹൃദയത്തിൽ ഈ ബീജം നട്ടുകഴിഞ്ഞ ശേഷം ആ ജീവാത്മാവ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രോച്ചാരണം ചെയ്തതുകൊണ്ടും കേട്ടുകൊണ്ടുമിരുന്നാൽ ആ വിത്ത് മുളച്ചു വരും. ഒരു വിത്ത് പതിവായി നനച്ചുകൊണ്ടിരുന്നാൽ എന്നതുപോലെ ഭക്തിയുത സേവനത്തിന്റെ ആധ്യാത്മികമായ ചെടിയും ക്രമേണ വളർന്ന് ഭൗതിക ലോകത്തിന്റെ തോട് തുളച്ച് പരവ്യോമത്തിലെ ബ്രഹ്മജ്യോതിസോളം എത്തും. 7 ഔട്ടർ കവറുണ്ട് ഈ ഭൗതിക ലോകത്തിന്, നമ്മൾ കണ്ടു. അതൊക്കെ തുളച്ചിട്ട് ഈ ചെടി ഇങ്ങനെ വളർന്നു പോകണം. ആ പരവ്യോമത്തിലും അത് വളർന്ന് ഗോലോക വൃന്ദാവനം എന്നു പേരുള്ള കൃഷ്ണന്റെ സർവോത്കൃഷ്ട ലോകത്തോളം ഉയരുന്നു. അവസാനം അത് കൃഷ്ണന്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിച്ച് വിശ്രമിക്കുകയും ചെയ്യുന്നു. വിദൂരമാണ് അല്ലേ? ഒരുപാട് വളരേണ്ടതുണ്ട് ആ ലതയ്ക്ക്. കുറച്ചൊന്നും നീളം വെച്ചാ പോരാ അല്ലേ? ഒരുപാട് എത്രയോ കോടിക്കണക്കിന് കിലോമീറ്ററുകൾ നീളം വേണ്ടിവരും. ഈ വിധത്തിൽ ഒരു വൃക്ഷത്തിന് ക്രമേണ പൂക്കളും കായ്കളും ഉണ്ടാകുന്നത് പോലെ ഭക്തിയുത സേവനമാകുന്ന ലതയും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. അപ്പോഴും ശ്രവണ കീർത്തനങ്ങളാലുള്ള ജലസേചനം തുടർന്നു പോരണം. ചൈതന്യ ചരിതാമൃതത്തിൽ ഈ ലതയെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. അപ്പൊ വിത്തൊക്കെ നമുക്കിപ്പോ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ്. ഇനി നമ്മളുടെ കഴിവാണ്, നമ്മുടെ പ്രയത്നം പരിശ്രമം പോലെയാണ് ഇരിക്കുക. 10ാമത്തെ ശ്ലോകം. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം
ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ. പ്രേമഭക്തിയോടെ എന്നെ സദാ ആരാധിക്കുന്നവർക്ക് എന്നെ പ്രാപിക്കാൻ ഉതകുന്ന ബുദ്ധിവിശേഷം ഞാൻ നൽകും. ഇവിടെ കാണിച്ചിരിക്കുന്ന പിക്ചർ നോക്കൂ, ധ്രുവനാണ് അല്ലെ. ധ്രുവൻ തപസ്യ ചെയ്തു, അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷനായി അല്ലെ. ഭഗവാനോട് എന്താ ചോദിക്കണേ? അധികം വരങ്ങളൊന്നും ചോദിക്കണില്ല അല്ലെ. ഭഗവാൻ അങ്ങോട്ട് നൽകുകയാണ് ആ ഭക്തന്, കൊച്ചു ഭക്തനല്ലേ. അങ്ങനെ ഹരേ കൃഷ്ണ. പ്രേമഭക്തിയോടെ എന്നെ സദാ ആരാധിക്കുന്നവർക്ക് എന്നെ പ്രാപിക്കാൻ ഉതകുന്ന ബുദ്ധിവിശേഷം ഞാൻ നൽകും അല്ലേ. ധ്രുവന് കൊച്ചു കുട്ടിയാണ്, ഒന്നും അറിയണില്ല, എങ്ങനെ ഭഗവാനെ സ്തുതിക്കണം ഒന്നും അറിയില്ല. ഭഗവാൻ ആ ശംഖ് കൊണ്ട് ആ കവിളിലൊന്ന് തലോടിയപ്പോഴ് എല്ലാ ജ്ഞാനവും ഉദിച്ചു ഉള്ളില്. അങ്ങനെ ഭഗവാനെ ഇങ്ങനെ പാടി സ്തുതിക്കാൻ തുടങ്ങി അല്ലേ ധ്രുവൻ. വിശ്വാസിനായൊരു ആധ്യാത്മിക ഗുരു ഉണ്ടായാലും ഒരു ആധ്യാത്മിക സംഘടനയിൽ ഉൾപ്പെട്ടാലും ശരി, മുന്നേറാനുതകുന്ന ബുദ്ധിശക്തി ഒരാൾക്കില്ലെങ്കിൽ അയാൾക്ക് കൃഷ്ണൻ അന്തര്യാമിയായിരുന്ന ഉപദേശങ്ങൾ നൽകുന്നു. ഏത് സംഘടനയിലോ അല്ലെങ്കിൽ ആധ്യാത്മിക ഗുരു ഉണ്ടെങ്കിലോ ഒന്നും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ബുദ്ധിശക്തിയൊക്കെ ഭഗവാൻ തന്നെ വേണം നമുക്ക് തരാന്. അങ്ങനെ ആ ഭക്തനും അവസാനത്തിൽ പ്രയാസം കൂടാതെ ഭഗവാനിൽ എത്തിച്ചേരാൻ ഇടവരുന്നു. നിരന്തരം കൃഷ്ണ അവബോധത്തോടെ ജീവിക്കുകയും പ്രേമഭക്തിയോടെ കൃഷ്ണന്റെ സേവ ചെയ്യുകയുമാണ് ആവശ്യമായ യോഗ്യത. ഭക്തൻ കൃഷ്ണനു വേണ്ടി എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണം. അപ്പൊ നമ്മള് വെറുതെ ഇരിക്കല്ല. ഭക്തി എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരിക്കലല്ല, ഭക്തിയുത സേവനമാണ്, ഡിവോഷണൽ സർവീസ് ആണ്. അത് പ്രേമപൂർവമാവുകയും വേണം. ആത്മസാക്ഷാത്കാരത്തിന്റെ മാർഗത്തിൽ മുന്നോട്ടു പോകാൻ തക്ക ബുദ്ധിശക്തി ഇല്ലെങ്കിലും ഭക്തിപൂർവമായ ഭഗവത് സേവനത്തിൽ നിർവ്യാജം ഏർപ്പെട്ടുകൊണ്ടിരുന്നാൽ അയാൾക്ക് പുരോഗതിക്കും ഭഗവത് സന്നിധി പോകുന്നതിനുമുള്ള അവസരം കൃഷ്ണൻ നൽകിക്കൊള്ളും. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടാവണം. വളരെയധികം ജ്ഞാനം ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആ ഭാവന ഉണ്ടായാൽ മതി ഭഗവാനോടുള്ള. അങ്ങനെ ഭക്തിപൂർവമായിട്ടുള്ള ആ സേവനത്തിന് പരിശ്രമം ഉണ്ടാവുക, പ്രയത്നം ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ എല്ലാ പുരോഗതിയും ഭഗവാൻ തന്നെ നൽകും. 11ാമത്തെ ശ്ലോകം. തേഷാമേവാനുകമ്പാർത്ഥ മഹമജ്ഞാനജം തമ നാശയാമ്യാത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. അവരിൽ സവിശേഷ അനുകമ്പയോടെ ഞാൻ ഹൃദയസ്ഥനായിട്ട് ജ്ഞാനദീപം കൊണ്ട് അവരുടെ അജ്ഞാനജന്യമായ തമസ്സിനെ അകറ്റുന്നു. അങ്ങനെ ഭക്തനായിട്ട് ഭഗവത് സേവനം നിരന്തരം ചെയ്യുന്ന ആൾക്ക് ഭഗവാൻ തന്നെ മനസ്സില് ജ്ഞാനദീപം പ്രകാശിപ്പിക്കും. അങ്ങനെ അജ്ഞാനമെല്ലാം മാറ്റി ആ തമസ് ഉണ്ടല്ലോ, ഇരുട്ട്, അതിനെയൊക്കെ ഭഗവാൻ തന്നെ അകറ്റും. ഇവിടുത്തെ പിക്ചറ് ശുഗബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് ഇത് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ താഴെയുള്ള പിക്ചർ ആണെങ്കിലോ കപിലദേവൻ അമ്മയായിട്ടുള്ള ദേവഹൂതി മാതാവിന് ആത്മജ്ഞാനം നൽകുന്ന സന്ദർഭമാണ്. ജീവിതത്തിനു വേണ്ടുന്ന ഭൗതിക ആവശ്യങ്ങളെ പറ്റി ഭക്തൻ വിഷമിക്കേണ്ടതില്ല, ഉത്കണ്ഠയും വേണ്ട. ഹൃദയത്തിലെ അന്ധകാരം നീങ്ങിപ്പോയാൽ ഭക്തന്റെ സേവനത്താൽ സന്തുഷ്ടനായ ഭഗവാൻ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊടുക്കും. ഇതാണ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങളുടെ സാരം. ഭഗവത്ഗീത പഠനം വഴി ഒരാൾക്ക് ഭഗവാന് സ്വയം സമർപ്പിതനായി തീരാൻ കഴിയും. അപ്പൊ ഒരു ഭക്തൻ ഒരു ഭൗതിക കാര്യങ്ങളെ കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല. ഈ ഭഗവാൻ തന്നെ അതൊക്കെ കണ്ടറിഞ്ഞ് നടത്തി കൊടുക്കും ഒരു ഭക്തന്. ഒരു പ്രയാസവും വരാൻ ഭഗവാൻ പിന്നെ വരാതെ നോക്കിക്കോളും. യോഗക്ഷേമം വഹാമ്യഹം. അപ്പോൾ ഭഗവത്ഗീതയിലെ ഉപദേശങ്ങളുടെ സാരാണ് ഈ 4 ശ്ലോകങ്ങളിലെ 8 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു തന്നത്. ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാല് ഒരാൾക്ക് ഭഗവാന് എൻ്റെ മുമ്പില് ശരണാഗതി ചെയ്യാൻ കഴിയും. നമ്മൾ സ്വയം ഭഗവാന് സമർപ്പിതരാവും. ഭക്തിപൂർവം കൃഷ്ണന്റെ സേവനത്തിൽ മുഴുകുകയും ചെയ്യുന്ന സർവവും ഭഗവാൻ ഏറ്റെടുക്കുന്നതോടെ ഭക്തൻ ഭൗതിക പ്രയത്നങ്ങളിൽ നിന്നെല്ലാം തികച്ചും മുക്തനാവുന്നു. അങ്ങനെയുള്ള ആൾക്ക് പിന്നെ ബന്ധനങ്ങളില്ല അല്ലെ, കർമ്മബന്ധങ്ങള് ഇല്ല, കർമ്മഫലം അനുഭവിക്കേണ്ടതായിട്ടൊന്നും വരുന്നില്ല. 12ഉം 13ഉം ശ്ലോകങ്ങളാണ്.
അർജുന ഉവാച. അർജുനൻ എല്ലാം ഇപ്പൊ മനസ്സിലാക്കി, ഭഗവാൻ എല്ലാം പറഞ്ഞു കൊടുത്തു അല്ലേ. അങ്ങനെ ജ്ഞാനം കിട്ടിയ അർജുനൻ പറയാണ്, പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവമജം വിഭും ആഹുസ്ത്വാം ഋഷയ സർവേ ദേവർഷി നാരദസ്തഥാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷി മേ. എല്ലാം മനസ്സിലാക്കി ആ ഭഗവാന്റെ ആ സർവശ്രേഷ്ഠമായിട്ടുള്ള ആ തലം എന്താണ് എന്ന് അർജുനൻ മനസ്സിലാക്കി കഴിഞ്ഞു. അർജുനൻ പറഞ്ഞു, അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ്. പരമമായ ധാമവും പവിത്രമായതും നിരപേക്ഷ തത്വവും ഭവാൻ തന്നെ. സനാതനനും അഭൗതികനും ആദിപുരുഷനും അജനും മഹാനുമാണ് അങ്ങെന്ന് ദേവർഷിയായ നാരദനും അസിതൻ ദേവലൻ വ്യാസൻ മുതലായ എല്ലാ ഋഷികളും ഊന്നിപ്പറയുന്നു. ഇപ്പോൾ അങ്ങ് സ്വയം എന്നോട് ഇത് വ്യക്തമായി പറയുകയും ചെയ്യുന്നു. ഇനി ഇതിൽ കൂടുതൽ എന്താ ഇനി മനസ്സിലാക്കാനുള്ളത് അല്ലേ? അപ്പോ പരമ ദിവ്യോത്തമ പുരുഷൻ അങ്ങ് തന്നെയാണ് എന്ന് എനിക്കിപ്പോ ബോധ്യമായി കഴിഞ്ഞു എന്ന് അങ്ങ് വ്യക്തമായിട്ട് ഇപ്പൊ പറഞ്ഞു. കൂടാതെ ആദ്യമേ തന്നെ ദേവർഷികള് പലരും ഇത് പറഞ്ഞിട്ടുള്ളതുമാണ് എന്ന് അർജുനൻ പറയാണ്. അർജുനന് എല്ലാം ബോധ്യായി. ഈ ഇരിക്കുന്ന ഈ ശ്യാമ സുന്ദര കൃഷ്ണൻ അത് സാധാരണക്കാരനല്ല അല്ലേ, ശ്രേഷ്ഠരിലും വെച്ച് സർവശ്രേഷ്ഠനാണ് എന്ന്, സർവജ്ഞനാണ് എന്നുള്ളത് അർജുനൻ ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കി. അപ്പൊ 18ാമത്തെ ശ്ലോകം ഇനി നോക്കാം. അർജുനൻ ഭഗവാനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി. അപ്പൊ ജീവാത്മാക്കളുടെ ഉറവിടം, അവർക്ക് എത്തിച്ചേരേണ്ടതും ശുദ്ധീകരിക്കപ്പെടേണ്ടതും ഒക്കെ ശുദ്ധീകരിക്കപ്പെടുന്നതും ഒക്കെ ഭഗവാൻ തന്നെ അല്ലേ. പുരുഷൻ എന്ന് പറഞ്ഞ എക്കാലത്തുമുള്ള വ്യക്തി ആണ്, ദിവ്യനാണ്, ജനിക്കാത്തവനാണ്, ഏറ്റവും മഹത്തായവനാണ് വിഭു. എന്നാല് നാരദൻ അസിതൻ ദേവലൻ വ്യാസൻ ഒക്കെ മുമ്പ് ഈ സത്യം മനസ്സിലാക്കി. ഇപ്പൊ അങ്ങ് വീണ്ടും വെളിപ്പെടുത്തി തന്നു. ഭഗവത്ഗീത എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തില് സങ്കല്പങ്ങളില്ല, എല്ലാം സത്യം മാത്രമാണ്. ദേവന്മാർക്കോ ദാനവർക്കോ ഒന്നും അങ്ങയെ മനസ്സിലാക്കാനാവില്ല എന്നാണ് അർജുനൻ പറയണത്. അങ്ങ് പറഞ്ഞു തന്നാൽ തന്നെ മാത്രമേ അറിയുള്ളൂ നമ്മളെ പോലുള്ളവർക്കും. അതിനാൽ ഇനിയും അങ്ങയുടെ വിഭൂതികളെ പറയൂ. ഭഗവാനെ കുറിച്ച് കേട്ടിട്ട് അർജുനന് മതിയാവണില്ല, ഇനിയും പറയൂ അങ്ങയെ കുറിച്ച് എന്നാണ്. അപ്പൊ യുദ്ധഭൂമിയാണ് എന്ന കാര്യമൊന്നും ഇപ്പൊ അർജുനൻ ഓർക്കണില്ല. അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് ബോധ്യായി എന്ന് പറയാണ്. ഒരു പിതാവ് കുഞ്ഞിനെ കൈപിടിച്ച് നടത്തിക്കുന്ന പോലെ ഭഗവാൻ നമുക്ക് മാർഗനിർദ്ദേശം നൽകുകയാണ്. ഞാൻ ഇങ്ങനെയാണ്, അങ്ങനെയാണ്, എന്റെ ധാമം എങ്ങനെയാണ്, എല്ലാം നമുക്ക് പറഞ്ഞു തരികയാണ്. 19ാമത്തെ ശ്ലോകം. ശ്രീ ഭഗവാനുവാച ഹന്തദേ കഥയിഷ്യാമി ദിവ്യാഹ്യാത്മവിഭൂതയ പ്രാധാന്യത കുരു ശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യ മേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, അർജുന, ഭാസുരങ്ങളായ എന്റെ വിഭൂതികളെ പറ്റി ഞാൻ ഇനി പറഞ്ഞു തരാം. പ്രാധാന്യമുള്ളവയെ പറ്റി മാത്രം. വിസ്തരിക്കുകയാണെങ്കിൽ അവയ്ക്ക് അവസാനമുണ്ടാവില്ല. വിഭൂതികളെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. കുറച്ചൊക്കെ പറയാനേ പറ്റുള്ളൂ, പ്രധാനമായിട്ടുള്ളത്. എല്ലാം പറയാൻ തുടങ്ങിയാല് അവസാനം ഇല്ല, പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത്രയ്ക്കും വിഭൂതികള് ഉണ്ട് ഭഗവാനില് അല്ലേ. ഭഗവത് കഥകള്, കീർത്തനം, ലീലകള് ഒക്കെ നമുക്കൊക്കെ എത്ര കേട്ടാലും മതിയാവില്ല. അതേപോലെയാണ് അർജുനൻ ഇപ്പൊ ചോദിക്കണേ, യുദ്ധഭൂമിയാണ് എങ്കിലും ഇനിയും പറയൂ ഭഗവാനെ, ഇനിയും പറയൂ കൃഷ്ണ എന്നാണ് പറയണത്. അപ്പോ സാരഥിയായിട്ട് ഇപ്പൊ കുരുക്ഷേത്ര യുദ്ധത്തിന് സാരഥിയായിട്ട് നിൽക്കുന്ന ഭഗവാനാണ്. അപ്പൊ അർജുനന് മുമ്പില് ശത്രു എത്തിയാല് ഭഗവാന്റെ ഒരേ ഒരു നോട്ടം മാത്രം മതി. ആ ശത്രുവിന്റെ എല്ലാ ശക്തിയും ആയുസ്സും കുറഞ്ഞു പോവും. എല്ലാം ഭഗവാനാണ് ചെയ്യണത്. അർജുനൻ വെറുതെ ഒരു നിമിത്തമായിട്ട് അർജുനൻ നിന്നാ മതി. അമ്പെയ്യ വെറുതെ വധിക്കണതൊക്കെ മുമ്പേ വധിച്ചും കഴിഞ്ഞു. പിന്നെ അർജുനനല്ല വധിക്കുന്നതും. ഇപ്പൊ ഭഗവാന്റെ കയ്യിൽ ഒരു ടൂളായിട്ട് ആണ് നമ്മൾ ഇരിക്കേണ്ടത്. അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ. നമ്മൾ ഇപ്പൊ വിചാരിക്കേണ്ടത് എന്താ, ഞാനാണ് എല്ലാം ചെയ്യണേ എന്നൊക്കെ അല്ലെ.
അപ്പോൾ ഇപ്പോഴത്തെ ആ പ്രകൃതത്തിനെ ഒന്ന് മാറ്റണം, മനസ്സ് ഒന്ന്, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ഒരു ഷിഫ്റ്റിംഗ് വേണം. അപ്പൊ ആലംബന ബുദ്ധിയ വേണം, നമ്മൾ മനസ്സിനെ അച്ചടക്കം ശീലിപ്പിക്കണം, അല്ലേ? നമുക്കൊരു ആലംബം, എന്തിലെങ്കിലും ഒരു ആലംബം വേണം. അതാരാണ്? ഭഗവാൻ കൃഷ്ണൻ തന്നെ, അല്ലേ? ഇപ്പോ ഹരിനാമ കീർത്തനത്തിൽ പറയുന്നുണ്ട്, യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതത് നാരായണ അർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ, അല്ലേ? എന്തും ഏതിലും ഭഗവാനെ ദർശിക്കുക. എല്ലാം ഭഗവാനാണ്. കേൾക്കുന്ന ശ്രുതികളൊക്കെ ഭഗവാന്റെ ശ്രുതികളാണ്. എന്ത് ചെയ്യുമ്പോഴും അതൊക്കെ നാരായണാർച്ചനയായിട്ട്, അല്ലേ? ഏതൊന്ന് കാണുമ്പോഴും നാരായണ പ്രതിമ എന്ന് സങ്കല്പിക്കുക, അല്ലേ? എല്ലാ ചുറ്റുമുള്ള ജീവജാലങ്ങളായാലും എല്ലാം. 20ാമത്തെ ശ്ലോകം. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിഷ്ട മധ്യം ച ഭൂതാനാമന്തയേവ ച. ഹേ അർജുന, ജീവജാലങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവാണ് ഞാൻ. അവയുടെ തുടക്കവും മധ്യവും അവസാനവും ഞാനാകുന്നു. എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവ് ഭഗവാനാണ്. പ്രപഞ്ചം എന്നുള്ളത് ഭഗവാന്റെ വിഭൂതി എന്ന് അവഗണിച്ചിട്ട് നമ്മൾ ഭയാശങ്കകളോടുകൂടി ജീവിക്കേണ്ടി വരികയാണ്. എല്ലാം ഭഗവാനാണ് എന്ന് കണ്ടാല് ഭയാശങ്കകളൊന്നുമില്ല, അല്ലേ? ഈ സങ്കുചിതമായിട്ടുള്ള ലോകത്താണ് ആശങ്കകളൊക്കെ നിലനിൽക്കുന്നത്. സർവേശ്വരന്റെ ദിവ്യ വിഭൂതി തിരിച്ചറിഞ്ഞിട്ട് അംഗീകരിക്കാൻ സാധിച്ചാല് ഭയവും ദുഃഖവും ഒക്കെ ഒഴിഞ്ഞു പോകും. ആദിത്യന്മാരുടെ കൂട്ടത്തിൽ വിഷ്ണുവും, ജ്യോതിസുകളിൽ ദീപ്തിമത്തായ സൂര്യനും, മരുത്തുക്കളിൽ മരീചിയും, നക്ഷത്രങ്ങളിൽ ചന്ദ്രനുമാണ് ഞാൻ. ചന്ദ്രനെ നക്ഷത്രമായിട്ടാണ് പറയുന്നത് കേട്ടോ. അതുപോലെ വേദങ്ങളിൽ സാമവേദവും, ദേവന്മാരിൽ ഇന്ദ്രനും, ഇന്ദ്രിയങ്ങളിൽ മനസ്സും, ജീവഗണങ്ങളിൽ ജീവചൈതന്യവുമാണ് ഞാൻ. അതായത് അവബോധം, ഓരോരുത്തരുടെയും അവബോധം, പ്രജ്ഞ എന്നൊക്കെ പറയുന്നത്. രുദ്രന്മാരിൽ വെച്ച് ശിവനാണ് ഞാൻ. യക്ഷരാക്ഷസരിൽ കുബേരനും, വസുക്കളിൽ അഗ്നിയും, പർവ്വതങ്ങളിൽ മേരുവുമാണ് ഞാൻ. മേരുപർവ്വതം, അല്ലേ? അതുപോലെ ഹേ അർജുന, പുരോഹിതന്മാരിൽ പ്രധാനിയായ ബൃഹസ്പതിയും, സേനാധിപരിൽ കാർത്തികേയനുമാണ് ഞാൻ. ജലാശയങ്ങളിൽ സമുദ്രവും ഞാൻ തന്നെ. ഭഗവാന്റെ വിഭൂതികള് കുറച്ചു മാത്രം ഇങ്ങനെ പറഞ്ഞു തരികയാണ്. ആദിത്യന്മാരുടെ കൂട്ടത്തില് 12 ആദിത്യന്മാരുണ്ട്. അതില് വിഷ്ണു, ജ്യോതിഷകളിലെ സൂര്യൻ, മരുത്തുക്കളില് 49 മരുത്തുക്കളുണ്ട്, മരീചി, നക്ഷത്രങ്ങളിൽ ചന്ദ്രനാണ് ഞാൻ. അതുപോലെ വേദങ്ങളിൽ സാമവേദാണ് ഭഗവാൻ എന്നാണ് പറയുന്നത്. ദേവന്മാരിൽ ഇന്ദ്രനാണ്, ഇന്ദ്രിയങ്ങളിൽ മനസ്സ്, ജീവഗണങ്ങളിലെ ജീവചൈതന്യം. അതുപോലെ രുദ്രന്മാരില്, അല്ലെ, 12 രുദ്രന്മാരുണ്ട്, അവരില് ശിവനാണ് ഞാൻ. യക്ഷന്മാരുടെയൊക്കെ ഇടയില് കുബേരനാണ്. വസുക്കളിൽ അഗ്നിയാണ്, പർവ്വതങ്ങളില് മേരുവാണ്, ഹിമാലയമാണ്, അല്ലെ മേരുപർവ്വതം. ഹേ അർജുന, പുരോഹിതന്മാരിൽ പ്രധാനി ബൃഹസ്പതി, സേനാധിപന്മാരിൽ കാർത്തികേയനുമാണ് ഞാൻ. ജലാശയങ്ങളില് ഏറ്റവും വലിയ ജലാശയം, അല്ലേ, സമുദ്രം. മഹർഷികളിൽ ഭൃഗുവും, സ്പന്ദനങ്ങളിൽ അഭൗതികമായ ഓങ്കാരവും, യജ്ഞങ്ങളിൽ തിരുനാമജപവും, സ്ഥാവരങ്ങളിൽ ഹിമാലയവുമാണ് ഞാൻ. മേരുപർവ്വതാണ്, അല്ലേ? മേരുപർവ്വതാണ്. ഹിമാലയം വേറെ ഉണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്താണ് പറയണേ? ഭൃഗു മഹർഷിയാണ്, അല്ലേ, ഭഗവാനെ സാത്വികതയില് ആരാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് പരീക്ഷിച്ചറിയാൻ പോയത്. എന്നിട്ട് ശിവനും ബ്രഹ്മാവും ഒന്നും ക്ഷമയൊന്നും ഇല്ലാത്തവരാണ് എന്ന് കണ്ടു. ഭഗവാനെ വിഷ്ണുവിന്റെ വക്ഷസ്സിൽ ചവിട്ടുന്നുണ്ട്, അല്ലെ, ഭൃഗു മഹർഷി. അപ്പോഴ് ഭഗവാൻ പറഞ്ഞു, അങ്ങയുടെ കാല് വേദനിച്ചോ എന്നാ ചോദിക്കുന്നത്. ഇപ്പോഴും ആ ചവിട്ടിയ മാർഗാണ്, അല്ലെ, ശ്രീവത്സം എന്നുള്ളത്. അപ്പൊ ഭൃഗു മഹർഷി അത് ഭഗവാൻ തന്നെയാണ് എന്ന്, ഓങ്കാരം ഭഗവാനാണ്. യജ്ഞങ്ങളില് തിരുനാമജപം. അപ്പൊ നമ്മൾ ജപിക്കണത്, അല്ലേ, ഭഗവാനെ തന്നെയാണ്. ഭഗവാൻ തന്നെയാണ് നമ്മുടെ നാവിലെ കളിയാടുന്നത്. 25ാമത്തെ ശ്ലോകം.
മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മ്യേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയ. മഹർഷികളിൽ ഭൃഗുവും സ്പന്ദനങ്ങളിൽ, അതായത് വാക്കുകളിൽ ഒരു ആത്മീയമായിട്ടുള്ള ഒരു സ്പന്ദനം തന്നെയാണ് അല്ലെ ഓങ്കാരം. അഭൗതികമായ ഓങ്കാരവും യജ്ഞങ്ങളിൽ തിരുനാമജപവും സ്ഥാവരങ്ങളിൽ ഹിമാലയവുമാണ് ഞാൻ. ഇനിയുണ്ട്, കുറച്ചും കൂടെ പറയുന്നുണ്ട്. വൃക്ഷങ്ങളിൽ അശ്വത്ഥവും ദേവർഷിമാരിൽ നാരദനും ഗന്ധർവന്മാരിൽ ചിത്രരഥനും യോഗസിദ്ധി നേടിയവരിൽ കപിലമുനിയും ഞാനാണ്. അശ്വത്ഥങ്ങളിൽ ഞാൻ ഉച്ചൈശ്രവസ്, അമൃതം നേടാൻ വേണ്ടി സമുദ്രത്തില് അല്ലേ കടയുമ്പോഴ് പിറന്ന കുതിരയാണ് ഉച്ചൈശ്രവസ്. ആനകളിൽ ഇന്ദ്രവാഹനമായ ഐരാവതവും മനുഷ്യരിൽ രാജാവുമാണ് ഞാൻ. ആയുധങ്ങളിൽ വെച്ച് വജ്രവും പശുക്കളിൽ സുരഭിയും ജനനഹേതുക്കളിൽ കാമദേവനും സർപ്പങ്ങളിൽ വാസുകിയും ഞാൻ തന്നെ. അനേക ഭണങ്ങളോട് കൂടിയ നാഗങ്ങളിൽ അനന്തനാണ് ഞാൻ. ജലജീവികളിൽ വരുണൻ, പിതൃക്കളിൽ അര്യമ, ശിക്ഷകരിൽ മൃത്യുദേവതയായ യമനും ഭഗവാൻ തന്നെയാണ്. ദൈത്യന്മാരിൽ ഞാൻ ഭക്തപ്രഹ്ലാദൻ, കീഴ്പ്പെടുത്തുന്നവരിൽ കാലം, വന്യമൃഗങ്ങളിൽ സിംഹം, പക്ഷികളിൽ ഗരുഡനും. ഇതെല്ലാം ഭഗവാൻ തന്നെയാണ്. സൃഷ്ടിയുടെ ആദിമധ്യ അവസാനങ്ങൾ ഞാൻ തന്നെ. അർജുന, ശാസ്ത്രങ്ങളിൽ അധ്യാത്മശാസ്ത്രവും തർക്കശാസ്ത്രങ്ങളിൽ നിർണയ സത്യവുമാണ് ഞാന്. അക്ഷരങ്ങളിൽ അകാരവും സമാസങ്ങളിൽ ദ്വന്ദ്വ സമാസവുമാണ് ഞാൻ. അനവസാനമായ കാലവും സൃഷ്ടികർത്താക്കളിൽ ബ്രഹ്മാവും ഞാനാണ്. സർവസംഹാരിയായ മരണവും ഭാവിയുടെ ഉദ്ഭവസ്ഥാനവും സ്ത്രീകളിൽ യശസ്, ഭാഗ്യം, സുന്ദര ഭാഷണം, ഓർമ്മശക്തി, ബുദ്ധി, സ്ഥൈര്യം, ക്ഷമ എന്നിവയും ഞാനാണ്. സ്ത്രീകളുടെ ഗുണങ്ങളൊക്കെ അതൊക്കെയും ഭഗവാൻ തന്നെയാണ്. മരണവും എല്ലാം ഭഗവാൻ തന്നെയാണ് എന്നാണ് ഇവിടെ പറയണേ. സാമവേദ സൂക്തങ്ങളിൽ ബൃഹൽസാമവും ഛന്ദസ്സുകളിൽ വെച്ച് ഗായത്രി മന്ത്രവും മാസങ്ങളിൽ മാർഗശീർഷവും നവംബർ ഡിസംബർ മാസമാണ് പറയണേ. ഋതുക്കളിൽ വസന്തവുമാണ് ഞാൻ. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞ ഒരുപാടുണ്ടല്ലേ ലിസ്റ്റ്. കുറച്ച് മാത്രമാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. മുഴുവൻ പറയുകയാണെങ്കിൽ അവസാനിക്കില്ല, അത്രയ്ക്കുണ്ട്. ഇനിയുണ്ട്. വഞ്ചകരുടെ ചൂതുകളിയും തേജസ്വികളുടെ തേജസ്സും ഞാനാകുന്നു. അപ്പൊ ചൂതുകളിയുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ജയവും സതുദ്യമവും ശക്തരുടെ കരുത്തും ഞാൻ തന്നെ. ഈ പ്രപഞ്ചത്തില് എല്ലാം കാണുന്നതും ഭഗവാനാണ്. ആദ്യം ഭക്തർക്ക് മനസ്സിൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ട് നന്മ നിറഞ്ഞതും ശ്രേഷ്ഠമായതും ഒക്കെ ഞാനാണ് എന്ന് പറയുന്നു. പിന്നീട് പറയും മോശമായതും ഭഗവാൻ തന്നെ എന്നറിയണം. എല്ലാം ഭഗവാൻ തന്നെ. അപ്പൊ വൃഷ്ണികുലത്തിൽ വാസുദേവനും പാണ്ഡവരിൽ അർജുനനും മുനികളിൽ വ്യാസനും ചിന്തകരിൽ ഉശനാകവിയുമാണ് ഞാൻ. നിയമരാഹിത്യങ്ങളെ അടിച്ചമർത്തുന്ന പദ്ധതികളിൽ ദണ്ഡം, അതായത് ശിക്ഷ, വിജയം കാക്ഷിക്കുന്നവരുടെ നീതി എന്നിവയും ഗോപ്യങ്ങളിൽ മൗനവും ജ്ഞാനികളുടെ ജ്ഞാനവും ഞാനാണ്. അറിവും ഞാനാണ്. അതുപോലെ ഗോപ്യമായിരിക്കുന്ന വേളയിലുള്ള മൗനം അതും ഭഗവാനാണ്. അല്ലയോ അർജുന, സർവഭൂതങ്ങളുടെയും ആദി ബീജമാണ് ഞാൻ. എന്നെ കൂടാതെ ചരാചരങ്ങളിൽ ഒന്നിലും നിലനിൽപ്പില്ല. ഇനിയും എന്താ പറഞ്ഞു തരേണ്ടത് അല്ലേ? എല്ലാം ഭഗവാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. എല്ലാ ചരാചരങ്ങളെയും നിലനിർത്തുന്നത് ഞാനാണ്. ഭഗവാന്റെ വിഭൂതികൾക്ക് അവസാനമുണ്ടോ? അനന്തമായ വിഭൂതികളുടെ ഒരു നീണ്ട ലിസ്റ്റ് ഇവിടെ തന്നു കഴിഞ്ഞു. ഇനിയും ഇതൊന്നുമല്ല, ഇത് വെറുതെ ഒരു സൂചന മാത്രാണ്. 40 നാന്തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരം തപ ഏഷ തൂദ്ദേശത പ്രോക്തോ വിഭൂതേർവിസ്തരോ മയാ. ശത്രുക്കളെ ജയിക്കുന്നവനെ, എൻ്റെ ദിവ്യ വിഭൂതികൾക്ക് അവസാനമില്ല. ഞാൻ പറഞ്ഞതാകട്ടെ എൻ്റെ അനന്തമായ വിഭൂതികളുടെ ഒരു സൂചന മാത്രമാണ്. അപ്പൊ കുറച്ച് കാര്യങ്ങളൊന്ന് നമ്മളെ സൂചിപ്പിച്ചു തന്നു. ഇതൊക്കെ കാണുമ്പോ നമുക്ക് ഇതൊക്കെ ഭഗവാന്റെ വിഭൂതി അല്ലേ എന്ന് ഓർത്തിട്ട് ഭഗവാനെ ഓർക്കാൻ സാധിക്കണം. അതിനുവേണ്ടി കുറച്ച് മാത്രം പറഞ്ഞു തന്നേക്കാണ്. യദ്യദ് വിഭൂതിമത്സത്വം ശ്രീമധൂർജിതമേവ വാ
തത്തദേവാവഗച്ഛത്വം മമ തേജോംശ സംഭവം. വിഭൂതിമത്തും സുന്ദരവും തേജസ്സുറ്റതുമായ ഏതൊരു സൃഷ്ടിയും എന്റെ തേജസ്സിന്റെ ഒരു കണികയിൽ നിന്ന് ഉത്ഭവിച്ചത് തന്നെ എന്ന് മനസ്സിലാക്കുക. ഭഗവാന്റെ തേജസ്സിന്റെ മുഴുവനൊന്നും വേണ്ട, പകുതി വേണ്ട, കാൽഭാഗം വേണ്ട, ഒരു കണികയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ കാണുന്നത് മുഴുവൻ. ഈ ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് യൂണിവേഴ്സ്, അതിനകത്തുള്ള സുന്ദരവും തേജസ്സുറ്റവും ആയിട്ടുള്ള പല വിധത്തിലുള്ള 84 ലക്ഷം സ്പീഷീസ് ഉണ്ട്, എന്തെല്ലാം ഉണ്ട്. എല്ലാം ഭഗവാന്റെ തേജസ്സിന്റെ ഒരു കണികയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോ നമ്മുടെ ഈ സാമാന്യ ബുദ്ധിക്കൊന്നും ആലോചിച്ചെടുക്കാൻ, ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന അത്രയ്ക്ക് വലിപ്പമല്ല ഭഗവാനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സുന്ദര സൃഷ്ടികളൊക്കെയും അതുപോലെ ആകർഷകമായത്, ശക്തി വിശേഷമുള്ളത് എല്ലാം ഭഗവാന്റെ പ്രത്യേക ശക്തി തന്നെയാണ് എന്നാണ് ഇവിടെ പറയണത്. 42ാമത്തെ ശ്ലോകം അവിടെ ഉപസംഹരിക്കുകയാണ്. അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടഭ്യാഹമിതം കൃഷ്ണമേകാംശേന സ്ഥിതോ ജഗത്. അല്ലെങ്കിൽ അർജുന, ഇനിയും വിശദമായി ഇതെല്ലാം അറിഞ്ഞിട്ട് എന്തു വേണം? എന്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ഈ മഹാപ്രപഞ്ചത്തിൽ വ്യാപിച്ച് അതിനെ നിലനിർത്തുന്നത്. പറയാണ്, ഇനിയും എന്തിനാ വിശദമാക്കണേ? ഇത്രയൊക്കെ അറിഞ്ഞാ പോരെ നിനക്ക് എന്ന് ചോദിക്കുക. ഇനി കൂടുതൽ എന്തിനറിയണം? എന്റെ ഈ ഒരു ചെറിയൊരു അംശം മാത്രാണ് ഈ മഹാപ്രപഞ്ചത്തിൽ വ്യാപിച്ചിട്ട് അതിനെ നിലനിർത്തുന്നത്. അപ്പോ ഭഗവാന്റെ ശക്തി വൈഭവം ഊഹിക്കാൻ സാധിക്കുമോ നമ്മളെ പോലുള്ളവർക്ക്? അതാണ് ഇവിടെ പറയുന്നത്. ഭഗവാനെ കുറിച്ചുള്ള വലിയ രഹസ്യം, അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ അടങ്ങിയ ഈ മുഴുവൻ ജഗത്ത്, ഈ പ്രപഞ്ചം മുഴുവനും നിലനിർത്തുന്ന ശക്തി ഭഗവാന്റെ ഒരു അംശ ശക്തിയാണ്. ഭഗവാന്റെ തേജസ്സിന്റെ ഒരു കണിക കൊണ്ട് തന്നെ ഇത്രയും ഭംഗിയുള്ള സൃഷ്ടികളൊക്കെ ഉണ്ടാവണു. അപ്പൊ ഭഗവാന്റെ ഐശ്വര്യമോ അനന്തമാണ്. ചിന്തിക്കാനും കൂടെ സാധിക്കാത്തത്രയ്ക്ക് വൈഭവം. കേവലം അർജുനനെ ബോധ്യപ്പെടുത്താനല്ല ഇത്, എല്ലാ ഭൗതികതയിലുള്ളവർക്കെല്ലാം ബോധ്യപ്പെടാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞു തരുന്നതാണ്. ഒരു പിതാവ് പ്രായമായ മക്കളോട് വെളിപ്പെടുത്തി കൊടുക്കും തൻ്റെ സ്വത്ത് വിവരങ്ങളൊക്കെ, അല്ലേ? മകനോടോ മക്കളോടോ ഒക്കെ വെളിപ്പെടുത്തി കൊടുക്കും. അവിടെ അത്ര ഭൂമിയുണ്ട്, ഇത്ര കെട്ടിടമുണ്ട് എന്നൊക്കെ മക്കളോട് പ്രായപൂർത്തിയാവുമ്പോൾ ഒരു പിതാവ് വെളിപ്പെടുത്തി കൊടുക്കും. അതുപോലെയാണ് ഭഗവാൻ ഇപ്പൊ പറഞ്ഞു തരികയാണ് നമുക്ക്, ഇതൊക്കെയും എൻ്റെ വിഭൂതികളാണ്, എല്ലാം എന്നിൽ നിന്നാണ് ഉത്ഭവിക്കണത്, ഞാനാണ് ഈ സർവ ലോകങ്ങളുടെയും മഹേശ്വരൻ. അങ്ങനെയുള്ള എല്ലാം നമുക്ക് ഭഗവാൻ പറഞ്ഞു തരികയാണ്. ഭഗവാനിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും ഉത്ഭവം. അതിനാല് ഭഗവാനെ കുറിച്ച് പറയേണ്ടതും ഭഗവാൻ സ്വയം തന്നെയാണ്. ഭഗവാനെക്കാട്ടി മുമ്പ് ആരും ജനിച്ചിട്ടില്ല പറഞ്ഞു തരാന്, അല്ലേ? ഉത്ഭവം തന്നെ എല്ലാം ഉത്ഭവിച്ചത് തന്നെ ഭഗവാനിൽ നിന്ന്. അപ്പൊ പിന്നെ ഭഗവാനല്ലേ നമുക്ക് പറഞ്ഞു തരാൻ അധികാരിയായിട്ടുള്ളൂ, മറ്റാരും അതിന് പ്രാപ്തരല്ല. ബ്രഹ്മാവിന് വേദങ്ങൾ പകർന്നു കൊടുത്തു, അല്ലേ? പിന്നീട് നാരദൻ, വ്യാസൻ, ശുഗൻ, അങ്ങനെ ജ്ഞാനം പകർന്നു കൊടുക്കുകയാണ് താഴോട്ട്. ഏറ്റവും വലിയ ജീവസത്തയായിട്ടുള്ള ബ്രഹ്മാവ് മുതൽക്ക് നെയ്യുറുമ്പ് വരെയുള്ള ഏത് ജീവാത്മാവിനെയും പുലർത്തിപ്പോരുന്നത് അവരിൽ അന്തർഗതനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ. അപ്പോ എല്ലാവരും പറയും, അല്ലേ? ഗോഡ് ഈസ് ഗ്രേറ്റ് എന്ന് പറയും എല്ലാവരും. അപ്പൊ എത്രത്തോളം ഗ്രേറ്റ് ആണ് അത് ചോദിച്ചാൽ പറയാൻ അറിയില്ല അവർക്ക്. ഗോഡ് ഈസ് ഗ്രേറ്റ് എന്ന് മാത്രമേ അറിയുള്ളൂ. ഒരു സ്റ്റോറി, ഒരു സന്യാസി ഉണ്ടായിരുന്നു, വലിയ പണ്ഡിതനാ. ആള് പ്രവചനത്തിനൊക്കെ ഇങ്ങനെ പോകും. പോണെന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി പറയണം, എന്നാൽ മാത്രം 1-2 മാസമൊക്കെ കഴിഞ്ഞിട്ടേ വരാൻ സാധിക്കുള്ളൂ, അത്ര ബിസിയാണ് അദ്ദേഹം. അങ്ങനെ ബുക്ക് ചെയ്തിട്ട് ഒരു ഗ്രാമത്തില് പ്രവചനം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം വരികയാണ്.
അദ്ദേഹം വന്നു. കുറെ കാത്തിരിപ്പിനൊടുവിലാണ് വന്നത്. വന്ന് ആദ്യം തന്നെ വലിയ ഒരുക്കങ്ങള് പന്തല് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന് അവിടെ എല്ലാവരും ഇരിക്കണ കണ്ടു. അപ്പൊ ചോദിച്ചു ഒരു ചോദ്യം, നിങ്ങളിൽ ആർക്കൊക്കെ ഭഗവാനിൽ വിശ്വാസം ഉണ്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവര് ആരും തന്നെ കൈ പൊക്കിയില്ല. അവര് ഒന്നും പ്രതികരിച്ചില്ല അവര്. അപ്പോ സന്യാസി വേഗം അവിടുന്ന് ഒരു തോൾ സഞ്ചി ഉണ്ടായിരുന്നു, ആ സഞ്ചി എടുത്തിട്ട് ഇറങ്ങി തിരിച്ചു പോയി. അപ്പോ സംഘാടകർക്കൊക്കെ എല്ലാവർക്കും വലിയ പ്രയാസമായി. എത്രയോ കാത്തിരുന്നിട്ട് ഒരു നാള് വന്നതാണ്. അപ്പോ ഇത് ചോദിച്ചതും ഇറങ്ങിപ്പോയി. അപ്പോഴ് പറഞ്ഞു, അയ്യോ വിഷമായില്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി ഒരു വട്ടം കൂടെ വിളിച്ചാ വരുമോ അറിഞ്ഞൂടാ, എന്നാലും വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് കുറെ വിളിച്ചപ്പോ കുറെ ദിവസം കഴിഞ്ഞ് ഒരു ഡേറ്റ് കൊടുത്ത് വരാൻ തീരുമാനിച്ചപ്പോഴ് സംഘാടകരൊക്കെ പറഞ്ഞു, അതെ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, ഭഗവാനെ കുറിച്ച് അറിയോ എന്ന് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ എല്ലാവരും കൈപൊന്തിക്കണം എന്ന് പറയാണ്. ഓ റെഡി, ഞങ്ങൾ ഏറ്റു. അങ്ങനെ വന്നു. രണ്ടാമത് വന്നപ്പോ ഇതുപോലെ തന്നെ വലിയ ഒരുക്കങ്ങളും സന്നാഹങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരും കാത്തിരുന്നു. അദ്ദേഹം വന്നു. ഇതേ ചോദ്യം തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് ഭഗവാനിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. ആർക്കൊക്കെ വിശ്വാസം ഉണ്ട് ചോദിച്ചു. എല്ലാവരും കൈപൊക്കി. അപ്പോഴ് അദ്ദേഹം പറഞ്ഞു, ഹായ്, നിങ്ങൾക്കൊക്കെ ഭഗവാനിൽ വിശ്വാസമുണ്ട്, ഭഗവാനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാലോ. അയാള് ബാഗ് എടുത്തിട്ട് ഇറങ്ങിപ്പോയി. എന്താ ചെയ്യാ? സംഘാടകർക്ക് വീണ്ടും പ്രയാസമായി. ഇദ്ദേഹത്തിന്റെ ഒരു പ്രവചനം ഒന്ന് കേൾക്കാൻ ഇനി എന്താ വേണ്ടേ അറിയണില്ല. അങ്ങനെ മൂന്നാമതും എങ്ങനെയൊക്കെയോ തരപ്പെട്ടു. അപ്പോഴ് ചോദിച്ചപ്പോഴ് പകുതി പേര്, അങ്ങനെ ചട്ടം കെട്ടിയിട്ടുണ്ടായിരുന്നു, പകുതി പേര് പറഞ്ഞാ മതി എന്ന്. പകുതി പേര് കൈ പൊന്തിച്ചു, പകുതി പേര് കൈ പൊന്തിച്ചില്ല. അപ്പോഴദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് പകുതി പേർക്കൊക്കെ അറിയാലോ ഭഗവാനെ കുറിച്ച്, അപ്പൊ ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ അറിയുന്നവര് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു പോയി. അപ്പോ ഇവിടെ കാണിക്കുന്നത് ആർക്കും ഭഗവാനെ കുറിച്ച് അല്ലെങ്കിൽ ആത്മീയതയെ കുറിച്ചിട്ട് അറിയില്ല, അജ്ഞതയാണ് എല്ലായിടത്തും ഉള്ളത്. അതാണ് ഈ കഥയുടെ താല്പര്യം. ഭഗവാൻ ആരാണ് എന്ന് ചോദിച്ചാല് ആർക്കും പറയാൻ അറിയില്ല. നമ്മൾ പറയും 38 കോടി ദേവകളുണ്ട് എന്നൊക്കെ, അങ്ങനെ എവിടെയും തൊടാത്ത രീതിയിൽ സംസാരിക്കാനാണ് നമുക്ക് സാധിക്കുള്ളൂ. അല്ലാണ്ട് ഉറച്ചൊരു പേര് പറയാൻ, ഉറച്ചൊരു മറുപടി പറയാൻ നമ്മൾക്ക് സാധിക്കാറില്ല. പക്ഷെ പ്രഭുപാദൊക്കെ യൂറോപ്യൻ കൺട്രീസിൽ വരെ പോയിട്ട് അവിടെ പ്രഭാഷണം നടത്തി കഴിഞ്ഞ് പിന്നീട് അവരോട് ചോദിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി പറയും, കൊച്ചുകുട്ടി പോലും മനസ്സിലാക്കി സുപ്രീം ഗോഡ് ഹെഡ് ആരാണ്, ഈ പ്രഭു ശ്രീകൃഷ്ണ എന്ന് അവര് പറയും. അടുത്ത ചാപ്റ്ററില് ഭഗവാന്റെ വിശ്വരൂപം, യൂണിവേഴ്സൽ ഫോം കാണിക്കുകയാണ് ഭഗവാൻ. ലൈഫ് പ്രസന്റേഷൻ ആണ് അവിടെ നടക്കാൻ പോകുന്നത് അടുത്ത അധ്യായത്തില്. അപ്പോ എന്താണ് ഇനി ഏത് കഥയാ പറയാ? സമയമുണ്ട് അല്ലേ? അഹം മമ, അങ്ങനെ 2 കൽമഷങ്ങളാണ് നമുക്കുള്ളത്. ഇത് രണ്ടും നീക്കി കഴിഞ്ഞാൽ നമുക്ക് ദുഃഖം ഉണ്ടാവില്ല. ദുഃഖമില്ലാത്തൊരവസ്ഥയാണ് എല്ലാവരും ആഗ്രഹിക്കണത് അല്ലേ? ചിലരുടെ സാന്നിധ്യം നമ്മുടെ മനസ്സ് കലുഷമാക്കും അല്ലേ? അങ്ങനെയുള്ള സംഘം നമ്മൾ ഒഴിവാക്കണം. അത് ദുസ്സംഗത്തിലാണ് വരിക. സത്സംഗാണ് നമുക്ക് ഉന്നതിക്ക് വേണ്ടിയിട്ട് നല്ലത്. അങ്ങനെയുള്ള ആളുകളുടെ വാക്കുകൾ ഉണ്ടല്ലോ, അത് ഹൃദയത്തിനെ ഇങ്ങനെ പുഷ്ടിപ്പെടുത്തുന്നതായിരിക്കും. അനുഭൂതി ഉണ്ടാവും, നമുക്ക് ഭക്തി ഉണ്ടാവും, അപ്പോൾ ജീവൻ ശുദ്ധമാവും. അങ്ങനെയുള്ള ആളുകളുടെ കൂടെ നമ്മൾ സഹവസിക്കുമ്പോഴേ ഒരു ഹേതുവിനല്ലാതെ വേണം ഭഗവാനെ ഭജിക്കാൻ നമ്മള്. അതാണ് ഭക്തി. കർമ്മമൊക്കെ യോഗമാക്കി ചെയ്യണം, ഭഗവാൻ പറഞ്ഞു തന്നു. നിസ്സംഗമായിട്ട് കർമ്മം ചെയ്യുക, ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക, ഭഗവാന്റെ സന്തോഷത്തിനായിട്ട് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഭഗവാനെ ഹൃദയത്തില് വെക്കുക, അപ്പോഴാണ് നമുക്ക് ശാന്തിയും സമാധാനം ഉണ്ടാവുക.
ഹൃദയത്തില് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ദുഃഖങ്ങളും മാറും അല്ലേ? അപ്പൊ നമ്മള് ഭഗവാനെ ധ്യാനിക്കുമ്പോഴ് എന്താ ചെയ്യാ? ഭഗവാന്റെ ആ പാദം തൊട്ട് ഇങ്ങനെ ധ്യാനിക്കണം നമ്മള്. ആ ഭഗവാന്റെ നഖങ്ങളിൽ വരെ, ആ നഖങ്ങളിൽ നിന്ന് വരെ പ്രകാശകിരണങ്ങളാണ് വരിക. അങ്ങനെ കാൽമുട്ടുകള് കഴിഞ്ഞ് മഞ്ഞപ്പട്ട്, അരഞ്ഞാണ്, വക്ഷസ്, ശ്രീവത്സം, അങ്ങനെ വലംപിരി ശംഖ് പോലുള്ള കണ്ഠം, അങ്ങനെ 4 കൈകള്, ആഭരണങ്ങള്, ശംഖ, ചക്ര, ഗദാ, പത്മം അല്ലേ? അതല്ലെങ്കിൽ വേണ്ട, പൈതലായിട്ട് ധ്യാനിക്കാം നമുക്ക് ഭഗവാനെ. ചതുർഭുജനായിട്ട് വേണ്ടെങ്കിൽ അങ്ങനെ ആവാം. പിന്നെ കുണ്ടലം, കവിൾത്തടം, ആ പവിഴാധരം, മുല്ലമൊട്ട് പോലത്തെ പല്ല്, തിരുനാസികകള് അല്ലേ? കാരുണ്യ കണ്ണ് അല്ലേ? ഇന്നിപ്പോ ഗുരുവായൂര് എന്തായിരിക്കും അല്ലേ? ഗുരുവായൂരപ്പന്റെ ആ ആഭരണങ്ങൾ ചാർത്തി അലങ്കാരങ്ങളോടുകൂടി നോക്കി കാണാൻ എന്ത് ഭംഗിയായിരിക്കും. അപ്പൊ ഭക്തരെ നോക്കിയിട്ട് കണ്ണുകളൊക്കെ നീണ്ടുപോയി. ചെന്താമര പോലെ, ചെന്താമര കണ്ണൻ. ഭക്തരെ നോക്കിയിട്ടാണ് അത്രേ കണ്ണുകൾ ചെവി വരെയൊക്കെ നീണ്ടുപോയി. കാരുണ്യത്തിന്റെ അലയായിട്ടുള്ള പുരികം ആണ്. നീണ്ട ഗോപിക്കുറി ആണ്. സ്വർണ്ണ കിരീടം അല്ലെ? രത്നങ്ങളൊക്കെ പതിച്ച് അതിന്റെ മുകളിൽ മയിൽപ്പീലി ഉണ്ടാവും. ഈ രൂപം ഉണ്ടല്ലോ, അത് എന്നും കുറച്ചു നേരം ധ്യാനിക്കുക. അപ്പൊ നമുക്ക് ഈ വിഷയ ചിന്തകളൊക്കെ നീങ്ങും, വിചാരങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പൊ അവസാന കാലത്തിൽ നമുക്ക് എളുപ്പത്തില് ശരീരം ത്യജിക്കാൻ സാധിക്കും അല്ലേ? അനായാസേന മരണം അല്ലേ? പരാശ്രയേന ജീവിതം അല്ലേ? മരണാനന്തരം തവ ദർശനം. അത് 3 ആണത്രേ പണ്ടുള്ളവര് പ്രാർത്ഥിക്കാറ്. ക്ഷേത്രത്തിൽ പോയാലും അങ്ങനെയാണ് അവര് പ്രാർത്ഥിക്കുക. ഇപ്പൊ ഇത്ര അനുകൂലമായിട്ടുള്ള സാഹചര്യം ലഭിച്ചു അല്ലേ നമുക്ക്? മനുഷ്യ ശരീരമുണ്ട്, ബുദ്ധിയുണ്ട്, ഓർമ്മ ഉണ്ട് അല്ലേ? ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ അപ്പൊ നമ്മള് ഏറ്റവും ചെറുപ്പത്തിലൊന്നും ആയ കാലത്തൊന്നും ഭക്തി ഇല്ലാതെ ഭൗതിക വിഷയ താല്പര്യങ്ങളിലൊക്കെ നടന്നു അല്ലേ? മൂല്യങ്ങളൊന്നും അറിയില്ല അല്ലേ? അന്ന് സ്നേഹം, ദയ അങ്ങനെയൊന്നും ഇല്ലാതെ പോലും നടന്നിട്ടുണ്ട്. അതൊക്കെ നമ്മള് ഇപ്പൊ ചാൻസ് കിട്ടിയിട്ടുണ്ട് എന്നറിഞ്ഞ് നമ്മള് ഇനി തൊട്ടെങ്കിലും സമയം വ്യർത്ഥമായി കളയാതെ ഭഗവാനിലേക്ക് ചേരാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാവും എന്നാണ്. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്നത്തെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് മനസ്സിലാക്കിയേ? ആരാ പറയാ? ഒന്നും മനസ്സിലായില്ലേ ഇന്നത്തെ ചാപ്റ്റർ? ഹരേ കൃഷ്ണ മാതാജി. ഇന്ന് നമ്മൾ ചാപ്റ്റർ 10 വിഭൂതി യോഗ ആണ് പഠിച്ചത്. അതിൽ നമ്മള് ഭഗവാന്റെ ശക്തികളെ പറ്റിയിട്ടാണ് പഠിച്ചത്. ഭഗവാൻ ആരാണ്, എവിടെയെല്ലാം ഭഗവാൻ നിറഞ്ഞു നിൽക്കണോ, പിന്നെ ഒരു ഡിവോട്ടി പ്രേമഭക്തിയോടെ ഭഗവാനെ വർഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഭഗവാനെ പറ്റി മനസ്സിലാക്കാൻ ആ ഭക്തനുള്ള ബുദ്ധി അടക്കം ഭഗവാൻ തന്നെ കൊടുക്കും. പിന്നെ ഉയർച്ച, ഭക്തിയിൽ ഉയർച്ചയുണ്ടാവും. എന്നിട്ട് ഭഗവാനെ പ്രാപിക്കും. അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഭൗതിക ജീവിതത്തിലെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ ഭഗവാൻ തന്നെ ഫുൾഫിൽ ചെയ്തോളും. അപ്പൊ അങ്ങനെ ആ ഭക്തന് ഭൗതിക ജീവിതത്തിന്റെ എല്ലാ ബോണ്ടുകളിൽ നിന്നും ഫ്രീ ആവുകയും ചെയ്യും. കർമ്മങ്ങളുടെ റിസൾട്ടും ഒന്നും അങ്ങനെ ആശിച്ചിട്ട് ചെയ്യില്ല. പിന്നെ ഭഗവാൻ തന്നെ ഭഗവാൻ തന്നെയാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ വേണ്ടി പറയും അർജുനൻ. അപ്പോ പരമകൃഷ്ണനായിട്ടുള്ള ഭഗവാൻ പറയും,